بسم الله الرحمن الرحيم ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1622 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. صدق الله العلي العظيم. സൂറത്തു ഗാഫിറിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ ആദ്യത്തെ 3 ആയത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. ഈ സൂറത്തില് പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾക്കുള്ള ഒരു ആമുഖമായിട്ട് ആ 3 ആയത്തുകൾ മനസ്സിലാക്കാവുന്നതാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ മറ്റു പല സൂറത്തുകളെയും പോലെ മുഖത്തായ 2 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം, ഹാഉം മീമും. അതിനുശേഷം വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു അസീസും അലീമുമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അവരോഹണമാണ് ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ വേദം എന്ന ഒരു പ്രസ്താവനയാണ് കാണുകയുണ്ടായത്. തുടർന്ന് അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഗാഫിറു ദംബ്, ഖാബിലു തൗബ്, ഷദീദുൽ ഇഖാബ്, ദുത്തൗല്, അങ്ങനെയുള്ള 4 വിവരണങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. 2-ാമത്തെ ആയത്തിലെ അൽ അസീസും അൽ അലീമും അതിനെ തുടർന്ന് 4 വിവരണങ്ങൾ, 4 വിശേഷണങ്ങൾ. ഗാഫിറു ദംബ്, ഖാബിലു തൗബ്, ഷദീദുൽ ഇഖാബ്, ദുത്തൗൽ, ഇങ്ങനെയുള്ള വിവരണങ്ങളാണ്. ഈ സംഗതികളെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെയും അള്ളാഹുവിന്റെ ഈ പ്രത്യേകതകളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് 2 പ്രസ്താവനകൾ 3-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു നടത്തുന്നത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന ഒരു അടിസ്ഥാന പ്രസ്താവന. അതിനെ തുടർന്ന് മറ്റൊരു യാഥാർത്ഥ്യം കൂടി അള്ളാഹു വായനക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇലൈഹിൽ മസീർ, അവന്റെ അടുക്കലേക്കാണ് എല്ലാവരുടെയും മടക്കം. എല്ലാവരുടെയും പ്രയാണം അവസാനിക്കുന്നത് അവനിൽ ചെന്ന് ചേർന്നുകൊണ്ടാണ്.
അവന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ്. ഏത് യാത്രയുടെയും ഏത് പ്രയാണത്തിന്റെയോ ഒടുക്കം അങ്ങനെയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, അല്ലാഹു അല്ലാത്ത ആരാധ്യനായി പരിഗണിക്കപ്പെടേണ്ട എന്തെങ്കിലും ദൈവികതയുള്ള ആരുമേ ഇല്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. മാത്രവുമല്ല, ഓരോരുത്തരും ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഓരോരുത്തരും തന്നെ അവന്റെ അടുക്കല് തിരികെ എത്തുകയും ചെയ്യും. തിരികെ എത്തുന്നത് എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിനെ തുടർന്ന് സംഭവിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അല്ലാഹു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ വിശദാംശങ്ങളൊന്നും ഇവിടെ നൽകുന്നില്ല. അപ്പൊ ഈ ഒരു ആമുഖം അല്ലെങ്കിൽ ആമുഖം എന്ന നിലക്കുള്ള ഈ റിമാർക്സിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 3 ആയത്തുകൾ, 4 മുതൽ 6 വരെയുള്ള ആയത്തുകൾ വരുന്നത്. നമുക്ക് ഈ പുതിയ 3 ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. മാ യുജാദിലു ഫി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ സൂക്തങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കിക്കുകയില്ല. മാ യുജാദിലു, ഒരു ജിദാലിന്, ഒരു വാഗ്വാദത്തിനോ സംവാദത്തിനോ ഒരു തർക്കത്തിനോ ഒന്നും മുതിരുകയില്ല. ഈ ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവയെ പരാമർശിച്ചുകൊണ്ട് അവയുടെ കാര്യത്തിൽ. ഇവിടെ ഇത് പറയുമ്പോ അള്ളാഹുവിന്റെ ആയാത്ത് ഈ സൂറത്തിന്റെ തുടക്കത്തില് 2-ാമത്തെ ആയത്തില് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൻസീലുൽ കിതാബ് എന്ന് 2-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ടതാണ്. അത് വിശുദ്ധ ഖുർആന്റെ അവരോഹണത്തെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയാത്തുകളെയാണ്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ വചനങ്ങളെയാണ് പരാമർശിക്കുന്നത്. ആ കാര്യത്തിലേക്ക് തന്നെയാണ് ഇവിടെ വീണ്ടും ആളുകളുടെ ശ്രദ്ധ അള്ളാഹു തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പരാമർശിക്കുന്നത്. മാ യുജാദിലു ഫി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട അവന്റെ ഈ അവരോഹണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സൂക്തങ്ങൾ, ദൈവിക സൂക്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ, അതിനെ നിഷേധിക്കാനോ അതിന്റെ കാര്യത്തിൽ തർക്കിക്കാനോ അങ്ങനെ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാനോ ഒന്നും തന്നെ ആരും മുതിരുകയില്ല, ആരും തർക്കത്തിന് മുതിർന്നു വരികയില്ല. ഇല്ലല്ലദീന കഫറു, ഒരു വിഭാഗം ഒഴികെ, ഒരേ ഒരു വിഭാഗം മാത്രമാണ് അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടാൻ സന്നദ്ധരാവുക, തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടി തുനിയ. അത് അല്ലദീന കഫറു എന്ന വിഭാഗമാണ്, നിഷേധികളാണ്. നിഷേധികൾ മാത്രമാണ് അള്ളാഹുവിന്റെ സൂക്തങ്ങളെ കുറിച്ചുള്ള തർക്കത്തിന് മുതിരുക. മാ യുജാദിലു ഫി ആയാത്തില്ല, അള്ളാഹുവിന്റെ ഈ ആയാത്തുകളുടെ കാര്യത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളായ ഈ സൂക്തങ്ങളുടെ കാര്യത്തിൽ ജിദാലിന് മുതിരുക, തർക്കത്തിനും വാഗ്വാദത്തിനും ഒക്കെ ആയിട്ട് മുതിരുക ഈ ഒരു കൂട്ടര് മാത്രമാണ്. ഇല്ലല്ലദീന കഫറു, അല്ലദീന കഫറു എന്ന വിഭാഗം മാത്രം. ഈ അല്ലദീന കഫറു എന്നതില് നമ്മൾ സാങ്കേതികമായിട്ട് ചിലപ്പോ മുസ്ലിം അല്ലാത്തവരെ കാഫിർ എന്ന ഒരു പരാമർശം നടത്താറുള്ളത്. ആ ഒരു സാങ്കേതിക അർത്ഥത്തിലല്ല ഇവിടെ അല്ലദീന കഫറു എന്ന പദം പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മുസ്ലിം അല്ലാത്ത എല്ലാവരും അതിനെ നിഷേധിക്കുന്നവരല്ല. പലരും അതിനെക്കുറിച്ച് തീരുമാനത്തിലെത്താൻ ഇനിയും സമയം വേണ്ട അവസ്ഥയിലോ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരോ, പലരും അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാൻ പോലും അവസരം ഉണ്ടായിട്ടില്ലാത്തവരോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് മുസ്ലിം അല്ലാത്ത എല്ലാവരും എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിക്കൂടാ. മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ആയാത്തുകളെ അറിയാനും കേൾക്കാനും അവസരം ഉണ്ടായിട്ട് അതിനോട് കുഫറിന്റെ നിലപാട് സ്വീകരിച്ച, ഒരു വ്യക്തമായ നിഷേധ നിലപാട് സ്വീകരിച്ച ഒരാൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ, അവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്.
ആയാത്തുകൾ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടില്ലാത്ത, അവയെക്കുറിച്ച് ആലോചിച്ച് കൊണ്ടിരിക്കുന്ന, അവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ നിലപാടോ ഇതിനകം സ്വീകരിച്ചിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും. അവരെ ഈ ഗണത്തില് പരിഗണിച്ചുകൂടാ എന്നാണ് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് യുക്തിപരമായിട്ട് ശരിയാണ് താൻ. അപ്പോ ഇവിടെ പറയുന്ന കാര്യം, മാ യുജാദിലു ഫി ആയാത്തില്ല, അള്ളാഹുവിന്റെ സൂക്തങ്ങളിൽ, അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയില്ല ഇല്ലല്ലദീന കഫറു, അല്ലദീന കഫറു എന്ന വിഭാഗമല്ലാതെ വേറെ ആരും. ആകെ തർക്കത്തിൽ ഏർപ്പെടുന്നവർ ഇവരും മാത്രമാണ്. ഇനി അല്ലദീന കഫറു എന്ന വിധത്തിൽ ഇവിടെ പരാമർശിക്കുന്ന കൂട്ടർ ആരാണ്? ഈ അല്ലദീന കഫറു എന്നതിന് വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ കാഫിറൂൻ എന്ന് പറയാം, നിഷേധികൾ എന്ന് പറയാം. രണ്ട് അർത്ഥസൂചനകളാണ് നിഷേധികൾ എന്നതിന് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെ നിഷേധിച്ച, അള്ളാഹുവിനെയും പ്രവാചകനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ. ഇതാണ് ഒരു അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം ഉള്ളത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ തണലിലാണ് തങ്ങള് തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആനന്ദോല്ലാസങ്ങളുടെ ജീവിതം നയിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക്, ഓരോ വ്യക്തികൾ എന്നുള്ള നിലക്കും അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലക്കും ഒക്കെ മനുഷ്യരാശിക്കായിട്ട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന കാര്യം മറന്നുകൊണ്ട്, അള്ളാഹുവിന്റെ അന്നോമിനെ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ അംഗീകരിക്കാതെ വിസ്മരിച്ചുകൊണ്ട് അവയോട് കൃതജ്ഞത കാണിക്കുന്ന ആള് എന്നർത്ഥത്തിലാണ് അല്ലദീന കഫറു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രണ്ടാമത്തെ രീതി. ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സൂക്തങ്ങളെ നിഷേധിക്കുകയും, അള്ളാഹുവിനെ നിഷേധിക്കുകയും, പ്രവാചകനെ നിഷേധിക്കുകയും, പാരത്രിക ജീവിതത്തെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, നിഷേധികൾ. രണ്ടാമത്തത് കൃതജ്ഞത കാണിക്കുന്നവർ എന്നാണ് അതിന്റെ സൂചന. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് അവരുടെ ഹൃദയമിടിപ്പ് മുതൽ, ശ്വസിക്കുന്നത് മുതൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ബലത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനോട് കൃതജ്ഞത കാണിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെയും അല്ലദീന കഫറു അല്ലെങ്കിൽ കാഫിറൂൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരേ ഒരു വിഭാഗം, അത് കാഫിറുകളാണ്. നിഷേധികളായാലും നന്ദികേട് കാണിക്കുന്നവരായാലും അവര് ഏത് കാറ്റഗറിയിൽ പെടുന്നവരായാലും അവര് കാഫിറുകളാണ്. അവരല്ലാത്ത വേറെ ആരും തന്നെ അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടാൻ മുതിരുകയില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് പറയുന്നത്, ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ്, അവരുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നാടുകളിലുള്ള അവരുടെ ഈ തലയെടുപ്പും ഈ പുളയ്ക്കലും നികളിപ്പും അവരുടെ ആളായി വലസലും ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ട് അത് താങ്കളെ വഞ്ചിതനാക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. അവരുടെ ഒരു നികളിപ്പും അവരുടെ ഈ തുള്ളിച്ചാടലും ഒക്കെ കണ്ട് പ്രവാചകരെ താങ്കള് വിഷമം ഉള്ളവനാവരുത്, അത് താങ്കളെ വഞ്ചിതനാക്കരുത്. അത് അള്ളാഹു അവർക്ക് താൽക്കാലികമായ ഒരു അവസരം കൊടുത്തതുകൊണ്ട് മാത്രമുള്ള ഒരു സംഗതിയാണ്. അതിന്റെ മുഖവിലൊക്കെ എടുക്കേണ്ട. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. നിഷേധികൾക്ക് തലകുത്തി മറിയാൻ അല്ലെങ്കിൽ നിഗളിക്കാൻ വലിയ ആളും ആരവവും ശക്തിയും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങ് വല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനൊക്കെ സാധിക്കുന്നത് അള്ളാഹു അവർക്ക് ഒരു അവസരം കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അത് അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നോ, അതിന്റെ കാരണത്താൽ ഈ ഭൂമുഖത്തെ ഈ പരിമിതമായ കാലയളവിൽ അവര് വലിയ സ്വാധീനവും ശേഷിയും ഒക്കെ കാണിക്കുന്നു എന്നത് അവര് വിജയികളാണ് എന്നതിന്റെ സൂചനയോ ഒന്നുമല്ല. അവര് ഏറ്റുവാങ്ങാനിരിക്കുന്ന നെടും ഖേദത്തിൻ്റെതും അതുപോലെ കടുത്ത പരാജയത്തിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഒരു ആക്ഷേപത്തുണ്ട്.
അതാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ അവര് കാണിക്കുന്ന ഈ തുള്ളാട്ടം, അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ വഞ്ചിതനാവണ്ട, അത് വലിയ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് താങ്കൾ അതിൽ ഒരു നിലക്കും വഞ്ചിതനാവരുത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ ഫലാ യഗ്റൂർക തഖല്ലുബുഹും ഫിൽ ബിലാദ്, ഈ ആയത്തിലെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ, രണ്ട് പ്രസ്താവനകൾ നമ്മൾ കണ്ടല്ലോ. അതിലെ രണ്ടാമത്തത്, ഈ ആദ്യത്തെ പ്രസ്താവനയെ തുടർന്ന് ഒരു ചെറിയ ഒരു ഇടവേള, ഒരു തോട്ട് പ്രോസസ്സിന് ഒരല്പം സമയം ഇടവേളയായിട്ട്, ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ഒക്കെ ആയിട്ട് ഉള്ള ഒരു സംഗതി അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ തുടർന്നുള്ള ഒരു കാര്യമായിട്ടാണ്, ഒരു പ്രസ്താവനയായിട്ടാണ് നമുക്കത് കാണാം. ആദ്യത്തെ പ്രസ്താവനയുടെ മാ യുജാദിലു ഫി ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറു എന്ന് പറഞ്ഞതിന് ശേഷം ആശയപരമായിട്ട് അതിന്റെ കൃത്യമായ തുടർച്ചയായിട്ട് തുടർന്നുള്ളത് തോന്നിയെന്ന് വരില്ല. അത് ഈ ഖുർആൻ തിലാവത്ത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ചിന്തയുണ്ട്. എന്നിട്ടും ഈ നന്ദി കെട്ടവര് അല്ലെങ്കിൽ ഈ നിഷേധികള് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വലിയ സ്വാധീനവും ശക്തിയും കരുത്തും ഒക്കെ ഉള്ളവരായിട്ട് നിഗളിക്കുന്നു എന്ന ഒരു ആലോചന മനസ്സിൽ ഓടുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ പ്രസ്താവന വരുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഫലാ യഗ്റൂർക തഖല്ലുബുഹും, അത് ആ ഒരു ബ്രേക്കും ആ ബ്രേക്ക് സമയത്തുള്ള ആ നിശബ്ദതയുടെ സമയത്തുള്ള ആലോചനയും നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ രണ്ടാമത്തെ പ്രസ്താവനയും ആദ്യത്തെ പ്രസ്താവനയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഫലാ യഗ്റൂർക, പ്രവാചകരെ താങ്കളെ വഞ്ചിതനാക്കാതിരിക്കട്ടെ. ഗുറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ് ഗുറൂർ എന്നത്. അപ്പോ അതിന്റെ വേറെ രൂപമാണ് യഗ്റൂർക. ഫലാ യഗ്റൂർക, താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുപോലെ തഖല്ലുബുഹും, തഖല്ലുബ് എന്നത് വിശുദ്ധ ഖുർആനിൽ സമാനമായ അർത്ഥത്തിലും ഇത് നെഗറ്റീവായ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ വളരെ പോസിറ്റീവായ അർത്ഥത്തിലും ഈ പദം ഉപയോഗിച്ചത് കാണാൻ കഴിയും. തഖല്ലുബുക ഫിസ് സാജിദീൻ എന്ന് ഒരു പ്രയോഗം ഖുർആനിൽ മറ്റിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് നിർവഹിക്കുന്ന വേളയിലുള്ള മനസ്സിന്റെ പിടയ്ക്കലിനെ, ആ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ധമനികളുടെ ആ ത്രസിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവായ്പോട് കൂടിയുള്ള സുജൂദ് നിർവഹണത്തെ പരാമർശിച്ചുകൊണ്ട് ഇതേ വാക്ക് ഉപയോഗിക്കുന്ന കാണാൻ കഴിയും. തുളയ്ക്കൽ, പിടയ്ക്കൽ അല്ലെങ്കിൽ തുള്ളാട്ടം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. അത് ഓരോ സന്ദർഭത്തിന്റെയും യോജിപ്പ് അനുസരിച്ചാണ് അതിന്റെ അർത്ഥസൂചന ഉണ്ടാവുക. ഖലബ എന്ന റൂട്ട് വേർഡ് നിന്നാണ് ഇത് വരുന്നത്. അതിൽ നിന്നാണ് മലയാളത്തിലെ ഇൻഖൽ, നമ്മൾ കോമൺ ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം ഉണ്ടല്ലോ, ഇൻഖിലാബ്, വിപ്ലവത്തിന്. വിപ്ലവം എന്ന് പറഞ്ഞാൽ മറിയലാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറിച്ചിടുന്ന ഒരു പ്രക്രിയയാണ് ഇൻഖിലാബ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഖൽബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഖൽബ് നിരന്തരം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന, മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മനസ്സും അങ്ങനെയാണ്. മനസ്സിന്റെ അവസ്ഥകള് ഒരു നിമിഷം വളരെ പോസിറ്റീവായിട്ടാണെങ്കിൽ അടുത്ത നിമിഷം നെഗറ്റീവായി വരും. ഒരു നിമിഷം വളരെ ആത്മവിശ്വാസത്തോടും ദൃഢബോധ്യത്തോടും കൂടിയാണെങ്കിൽ അടുത്ത നിമിഷം അതില് ആശങ്കയോ സന്ദേഹമോ ഒക്കെ ഉള്ള വിധത്തിലായി മാറിയെന്ന് വരും. അതുകൊണ്ട് കൂടിയാണ് ഹൃദയത്തിന് ഖൽബ് എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്ന ഫലാ യഗ്റൂർക തഖല്ലുബുഹും, അവരുടെ ഈ തഖല്ലുബ്, അവരുടെ ഈ മറിച്ചില് അല്ലെങ്കിൽ ഈ തുള്ളാട്ടം, ഈ നിഗളിപ്പ്, അത് താങ്കളെ വഞ്ചിതനാക്കരുത്. ഫിൽ ബിലാദ് എന്നാണ്, നാടുകളിൽ എന്ന് പറഞ്ഞാൽ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് അവർ കാണിക്കുന്ന ഈ തഖല്ലുബ് ഉണ്ടല്ലോ, അത് ഈ നിഷേധികൾ കാണിക്കുന്ന ഈ നിഗളിപ്പും തുള്ളാട്ടവും അവരുടെ കരുത്തും കഴിവും ആർജവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആ സംഗതി, അത് താങ്കളെ വഞ്ചിതനാക്കരുത്. അത് താൽക്കാലികമായ ഒരു സംഗതി മാത്രമാണ് കേട്ടോ എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ കേൾപ്പിക്കുകയാണ്. കസബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ. ഇപ്പോ മക്കയിലെ ആളുകളാണല്ലോ വിഷയം. എന്നാൽ അവർക്ക് മുമ്പ് കസബത്ത്
ഖബ്ലഹും ഇവരുടെ മുമ്പ് നിഷേധികളായിട്ടുണ്ട് ഖൗമു നൂഹിൻ നൂഹിന്റെ ജനത. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം നേരത്തെ ചരിത്രത്തില് അവരുടെ നിഷേധ നിലപാടും തഖല്ലുബും ഒക്കെ കാരണമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കൂട്ടരാണ്. അവര് വല്ലാത്ത നിഗളിപ്പ് കാണിച്ച് വലിയ ശക്തിയും പ്രതാപവും ഒക്കെ കാണിച്ച് ഭൂമിയാകെ അടക്കി വാഴുന്ന ഒരവസ്ഥയായിരുന്നു. അവര് നിഷേധികളായിരുന്നു. അപ്പോ മക്കയിൽ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല, നേരത്തെ നൂഹിന്റെ സമൂഹവും ഇതുപോലെ നിഷേധികളായിട്ടുണ്ട്. വൽ അഹ്സാബു മിൻ ബഅദിഹിം, അതുപോലെ നൂഹിന്റെ സമൂഹം മാത്രമല്ല, അതിനുശേഷം ഒരുപാട് സംഘങ്ങൾ, ഒരുപാട് വിഭാഗങ്ങൾ. വൽ അഹ്സാബു മിൻ ബഅദിഹിം, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം എത്രയോ സമൂഹങ്ങൾ, എത്രയോ സംഘങ്ങൾ. ഹിസ്ബ് എന്നതിന്റെ ബഹുവചനാണ് അഹ്സാബ് എന്നത്. വൽ അഹ്സാബു മിൻ ബഅദിഹിം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെയോ ചില സമൂഹങ്ങളെയോ അല്ല സൂചിപ്പിക്കുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിഷേധത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വലിയ ആളും ആരവവും ഒക്കെ ആയിട്ട് പോയ ആളുകളുണ്ട്. അവരെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട്. വൽ അഹ്സാബു മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന പല സംഘങ്ങളും അതുപോലെ നിഷേധികളായിട്ടുണ്ട്. വഹമ്മത്ത് കുല്ലു ഉമ്മത്തിൻ, ഓരോ ഉമ്മത്തും ഓരോ സമുദായവും തുനിഞ്ഞിറങ്ങുകയുണ്ടായി. ബി റസൂലിഹിം, അവരുടെ ദൂതന്റെ കാര്യത്തില് ലിയഖുദൂഹു, അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി, അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാനും കൊന്നുകളയാനും ഒക്കെ വേണ്ടി. അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുള്ള ഏത് സമൂഹത്തിന്റെ കാര്യം എടുത്താലും ആ സമൂഹം ഒരു ഘട്ടത്തിൽ അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ദൂതനെ കൊന്നുകളയാൻ, അദ്ദേഹത്തിനെ കായികമായി നേരിടാനൊക്കെ മുതിർന്ന് തുനിഞ്ഞ് ഇറങ്ങുകയുണ്ടായിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് എല്ലാ സമൂഹങ്ങളിലും ഈ നിഷേധത്തിന്റെ പ്രവണത ഉണ്ടായിരുന്നു. ഏത് സമൂഹത്തിലേക്കായിരുന്നാലും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ കൈകാര്യം ചെയ്ത് കളയാം എന്ന നിലക്ക് അവരിൽ പലരും തുനിഞ്ഞിറങ്ങുകയും ഒരുമ്പെട്ട് പുറപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് അവരുടെ കഥ. കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ വൽ അഹ്സാബു മിൻ ബഅദിഹിം, നേരത്തെ നൂഹ് സമൂഹം നിഷേധികളായിട്ടുണ്ട്. പിന്നീട് അഹ്സാബ്, വിവിധ വിഭാഗങ്ങൾ. ഈ പദം സൂറത്തുൽ അഹ്സാബിന്റെ ഒരു പശ്ചാത്തലത്തിൽ നൽകുന്ന സൂചന വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയെ ആക്രമിക്കാൻ വേണ്ടി കൈകോർത്ത് ഇറങ്ങി പുറപ്പെട്ട പല കക്ഷികളും ഒരുമിച്ച് ഒരു സഖ്യം ഉണ്ടാകുകയുണ്ടായിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകള്, മദീനയിലെ മുനാഫിക്കുകള്, അതുപോലെ യഹൂദ ഗോത്രങ്ങള്, സമീപസ്ഥരായ പല ഗോത്രങ്ങളും. നമ്മൾ അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നേരത്തെ പല സൂറത്തുകളുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അൽ അഹ്സാബ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ആ വിഭാഗത്തെ കുറിച്ചല്ല, അതിനൊന്നും കാലമായിട്ടില്ല. ഇത് മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഇത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം ആരംഭിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ പല പ്രവാചകന്മാരും നേരിടാൻ അവസരം ഒരുങ്ങിയ പല സമൂഹങ്ങളും ഉണ്ട്, നിഷേധികളായി മാറിയ ആളുകൾ. അത്തരം സമൂഹങ്ങളെയാണ് അഹ്സാബ് എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ എന്നിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അതിനെ തുടർന്ന് പിന്നീടുണ്ടായിരുന്ന സംഘങ്ങൾ, ഇവരൊക്കെയും തന്നെ നിഷേധികളായിട്ടുണ്ട്. വഹമ്മത്ത് കുല്ലു ഉമ്മത്തിൻ ബി റസൂലിഹി, ഓരോ ഉമ്മത്തും അവരുടെ റസൂലിനെ കൈകാര്യം ചെയ്ത് കളയാൻ തുനിഞ്ഞു ഇറങ്ങുകയുണ്ടായി. ലിയഖുദൂഹു, അദ്ദേഹത്തെ പിടികൂടാൻ അല്ലെങ്കിൽ കൊന്നുകളയാൻ. അഖദ എന്ന് പറഞ്ഞാൽ എടുക്കുക, പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അദ്ദേഹത്തിനെ, അപ്പൊ ഓരോ സമൂഹത്തിലേക്കും നിയോഗിച്ചയക്കപ്പെട്ട ദൂതനെ പിടികൂടി കൈകാര്യം ചെയ്യാമെന്ന നിലക്ക് എല്ലാ സമൂഹവും നിഷേധികളായിക്കൊണ്ട് അക്രമികളായി മാറുകയുണ്ടായിട്ടുണ്ട്. വജാദലൂ ബിൽ ബാത്തിലി, അതിനോടൊപ്പം തന്നെ അവര്
ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ, സത്യത്തെ നേരിടാൻ വേണ്ടി, സത്യത്തെ തകർക്കാൻ വേണ്ടി അവര് മിഥ്യയുടെ പല ആയുധങ്ങളും ഉപകരണങ്ങളും ആയിട്ട് രംഗത്ത് വരികയും ഉണ്ടായിട്ടുണ്ട്. വജാദലൂ ബിൽ ബാത്തിൽ, അവര് ബാത്തില് കൊണ്ടാണ് തർക്കത്തിൽ ഏർപ്പെട്ടത്. മിഥ്യയുടെ പല ടൂൾസും ഉപയോഗിച്ചുകൊണ്ടാണ് അവര് തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായത്. എന്തിനു വേണ്ടിയാണ്? ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ, സത്യത്തെ പരാജയപ്പെടുത്തി കളയാൻ, സത്യത്തെ തകർത്ത് കളയാൻ, സത്യത്തെ നിർവീര്യമാക്കി കളയാൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അദ്ഹല എന്ന അറബി വാക്കിന് നൽകപ്പെടുന്ന അർത്ഥം അബുത്തല, ബാത്തിലാക്കി അല്ലെങ്കിൽ ഫലശൂന്യമാക്കി എന്നാണ് ഒന്ന്. വദമ്മറ, തകർത്തു കളഞ്ഞു എന്നാണ് വേറൊരു അർത്ഥം. അതുപോലെ വദഫാഹ ബിൽ ഹുജ്ജ, തെളിവ് നിരത്തിക്കൊണ്ട് അതിനെ നേരിട്ടു എന്നാണ് വേറൊരു അർത്ഥം. വൽ ഹുജ്ജ വദ്ദലീൽ, തെളിവും അതുപോലെ തന്നെ രേഖകളും ഒക്കെ വെച്ചുകൊണ്ട് സത്യത്തിനെ തകർക്കാൻ വേണ്ടി മുതിർന്നു എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോ ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ, ഹക്കിനെ തകർക്കുക, പരാജയപ്പെടുത്തുക, നേരിടുക, നിഷ്പ്രഭമാക്കുക, ഫലശൂന്യമാക്കുക, ഇതൊക്കെയാണ് അവര് ലക്ഷ്യം വെക്കുകയുണ്ടായത്. അതിന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം അല്ലെങ്കിൽ ഉപകരണം എന്താണ്? ബാത്തിലിന്റെ ടൂൾസ് ആണ്. ജാദലു ബിൽ ബാത്തില്, ബാത്തില് കൊണ്ട്, മിഥ്യ കൊണ്ട് അവര് സത്യത്തെ നേരിടാൻ വേണ്ടിയാണ് മുതിർന്നു വന്നത്. വേറൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മിഥ്യയെ സത്യം കൊണ്ട് അടിച്ചു തകർക്കുന്ന കാര്യം പറയുന്നതും കാണാം. ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ബാത്തിലിനെ ഹക്ക് കൊണ്ട് അതിന്റെ മണ്ടൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന കാര്യം പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സൂറത്തിന്റെ ഭാഗമായിട്ട് ആ ആയത്ത് വന്നിട്ടുണ്ട്. ഞാനത് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ വജാദലു ബിൽ ബാത്തിലി, ഈ പൂർവിക സമൂഹങ്ങൾ, കുഫറിന്റെ നിലപാട് സ്വീകരിച്ച ഈ പൂർവിക സമൂഹങ്ങൾ, അല്ല അഹ്സാബ് എന്ന് പരാമർശിക്കപ്പെട്ടുള്ള സമൂഹം, അവര് ഓരോ വിഭാഗവും, അവരിൽ ഓരോ ഉമ്മത്തും അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ദൂതനെ നേരിടാൻ വേണ്ടി ആ ദൂതനെ വകവരുത്താനും കൊന്നുകളയാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. ആ ദൂതന്മാര് അവരെ പരിചയപ്പെടുത്തിയ ഹക്കിനെ നിർവീര്യമാക്കാനും നിഷ്പ്രഭമാക്കാനും തകർക്കാനും പരാജയപ്പെടുത്താനും ഒക്കെ വേണ്ടി അവര് മിഥ്യയുടെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരികയുണ്ടായതുമാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് ഫഅഖത്തുഹും, അങ്ങനെ നാം അവരെ പിടികൂടുകയുണ്ടായി. അവര് വലിയ അക്രമികളായി മാറിയപ്പോ, ഈ അല്ലദീന കഫറു എന്ന വിഭാഗത്തിൽ അവർ പെട്ടപ്പോ, അതിന്റെ ഫലമായിട്ട് അവര് ളുൽമിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോ ഫഅഖത്തുഹും, ഞാൻ അവരെ പിടികൂടുകയുണ്ടായി. ഫകൈഫ കാന ഇഖാബ്, നമ്മുടെ തിരിച്ചടി, നമ്മുടെ ശിക്ഷ നടപ്പിലാക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര വലിയ പ്രഹരമാണ് അത് ഏൽപ്പിക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവരുടെ അള്ളാഹുവിന്റെ നടപടികൾ ഉണ്ടായപ്പോ, അള്ളാഹുവിന്റെ ഇഖാബ് ഉണ്ടായപ്പോ അതിനെ നേരിട്ട് അതിജയിച്ച് തല ഉയർത്തി നിൽക്കാൻ അവർക്ക് സാധിക്കുകയുണ്ടായോ എന്നതാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള പരോക്ഷമായ ഒരു ചോദ്യം. അതുകൊണ്ട് അവരുടെ തഖല്ലുബ്, നാടുകളില് അവര് തഖല്ലുബ് കാണിക്കുന്നത് താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം ഈ ഇതുപോലെയുള്ള കൂട്ടര് നൂഹിന്റെ കാലത്തും പിന്നീടുണ്ടായ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ നിഗളിപ്പ് കാണിച്ച് രംഗത്ത് വന്നതും, സത്യത്തെ തകർക്കാൻ വേണ്ടി അവര് മിഥ്യയുടെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നതും, അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട എല്ലാ ദൂതന്മാരെയും കൈകാര്യം ചെയ്ത് കളയാൻ വേണ്ടിയും രംഗത്ത് വന്നതും ഒക്കെയാണ്. പക്ഷേ അവരുടെ ധിക്കാരം കടുത്തതായി മാറിയപ്പോ നാം അവരെ പിടികൂടുകയുണ്ടായി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ നടപടി? അവർക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റിയോ? അവരാ നിഗളിപ്പിന്റെ ആളുകളും വലിയ കൊളക്കിയലിന്റെ ആളുകളും ഒക്കെ ആയിട്ട് തന്നെ പിടിച്ചു നിന്നോ? അതല്ല, നമ്മുടെ പിടിയിൽ അവർ അമർന്നുവോ എന്നതാണ് അള്ളാഹുവിടെ ചോദിക്കുന്ന ചോദ്യം. ഫകൈഫ കാന ഇഖാബ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ശിക്ഷാ നടപടി അവരുടെ കാര്യത്തില്? അതിനെ തോൽപ്പിച്ച് അവര് തല ഉയർത്തി നിന്ന് കളഞ്ഞോ? അതല്ല കെട്ടടങ്ങിപ്പോയോ? എന്താ ഉണ്ടായത് എന്നതാണ് ചോദ്യം. അപ്പോ വകദാലിക ഹഖത്ത് കലിമത്തു റബ്ബിക,
എന്നിട്ട് അള്ളാഹു പറയണം അപ്രകാരം ചരിത്രപരമായി പറയുന്ന ഈ കാര്യം പോലെ തന്നെ ഹഖത്ത് കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഒരു വചനം സത്യമായി പുലർന്നിരിക്കുന്നു. അലല്ലദീന കഫറു, നിഷേധികളുടെ കാര്യത്തിലാണ് ആ വചനം. അല്ലദീന കഫറു എന്ന വിഭാഗത്തെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യം സത്യമായി പുലർന്നിരിക്കുന്നു. എന്താണ് ആ പറഞ്ഞ കാര്യം? അന്നഹും അസ്ഹാബുന്നാർ, അവര് നരകാവകാശികളായിരിക്കും എന്നതാണ് നാം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അത് ഈ നിഷേധികളുടെ കാര്യത്തിൽ സത്യമായി പുലരുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. കുഫറിന്റെ വഴിയിൽ ഉറച്ചു നിന്ന ആളുകൾ ഹക്കിനെ നേരിടാൻ വേണ്ടി ബാത്തില് കൊണ്ട് സകല പ്രയത്നങ്ങളും നടത്തുകയും ദൂതന്മാരെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത ആളുകൾ അവര് തീർച്ചയായിട്ടും നരകാവകാശികളായി മാറും എന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം ഇവരോരോരുത്തരുടെയും കാര്യത്തിൽ സത്യമായി പുലർന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഹഖത്ത് വകദാലിക ഹഖത്ത് കലിമത്തു റബ്ബിക, വകദാലിക ഹഖത്ത് കലിമത്തു റബ്ബിക, ഈ വിധം ഇവിടെ പരാമർശിക്കപ്പെട്ട വിധത്തില് അള്ളാഹു പറയുന്നത് തന്റെ വചനം നിഷേധികളുടെ കാര്യത്തിൽ സത്യമായിരിക്കുന്നു, സത്യമായി പുലർന്നിരിക്കുന്നു. ഈ വചനം കലിമത്തു റബ്ബിക എന്ന് പറയുന്ന ആരെ കുറിച്ചാണ്? അലല്ലദീന കഫറു, ഈ നിഷേധികളെ കുറിച്ചാണ്. ആ പറഞ്ഞ കാര്യം എന്താണ്? ആ പ്രസ്താവന അന്നഹും അസ്ഹാബുന്നാർ, അവര് നരകത്തിന്റെ ആളുകളാണ് എന്നതാണ്, അവര് നരകാവകാശികളാണ് എന്ന കാര്യമാണ് അള്ളാഹു നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അക്കാര്യം ഇവരോരോരുത്തരുടെയും കാര്യത്തിൽ സത്യമായി പുലർന്നിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തു ഗാഫിറിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.